ഹലോ, പാറൂസിൻ്റെ പുതിയൊരു കേക്ക് വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഇത് നമ്മളുടെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രീം കേക്കാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഡ്രീം കേക്കുകളുടെ ഓർഡേഴ്സ് വരാറുണ്ട്. അതായത് അതൊരു എവർ ട്രെൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പ്രത്യേകിച്ചൊരു സമയമോ ഒന്നും ഇല്ല. ഇടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോഴും ആൾക്കാർ വാങ്ങുന്ന ഒരു കേക്കാണ് ഡ്രീം കേക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ചോക്ലേറ്റ് സ്പഞ്ചാണ്. സ്പഞ്ച് ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ ഇതേപോട്ട് കേക്കിന് ഓർഡർ ഇങ്ങനെ പ്ലേസ് ചെയ്തപ്പം പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ആ സ്പഞ്ചിൻ്റെ വീഡിയോയും കൂടിയിട്ട് എനിക്ക് എടുത്തിട്ടൊന്ന് കാണിക്കണം, അതത്ര സോഫ്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്തത്. ഇതിപ്പോൾ ചെയ്യുന്നത് ഒരു കിറ്റി തീമിൽ വന്നിട്ടുള്ളൊരു കേക്കിൻ്റെ വർക്കാണ് ഈ കാണുന്നത്. ഇതൊരു 1 kg വെയിറ്റ് വരുന്നൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കിറ്റി തീം വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ നമ്മുടെ ഒരു റെഗുലർ കസ്റ്റമർ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓർഡറായിരുന്നു കേട്ടോ. ആളുടെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഈ പല പല ഡിസൈൻസ് കാണുമ്പോൾ അതിൽ നിന്നെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഡിസൈൻ നമുക്കത് തോന്നുമല്ലോ. അങ്ങനെ ഞാൻ കണ്ടിട്ട് പല ഡിസൈനുകളിൽ നിന്ന് കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടതെല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുത്തൊരു കേക്കായിരുന്നു ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല രസമായിരുന്നു കാണാൻ, നല്ല ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുള്ള പിക്ക് ഞാൻ കണ്ടിരുന്നു, നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. മോളും ഇതെല്ലാം കൂടി ഇരുന്നിട്ടുള്ളൊരു ലുക്ക് കാണാനായിട്ട്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് ഫെറേറോ റോസ്റ്റർ കേക്കായിരുന്നു. 1 kg ആയിരുന്നു കേക്കിന് വെയിറ്റ് ഉണ്ടായിരുന്നത്. അത് എപ്പോഴും പോലെ തന്നെ ചോക്ലേറ്റ് മേളിൽ നിന്ന് ഡ്രിപ്പ് ചെയ്ത് ആ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തിരുന്നത്. കസ്റ്റമർക്ക് അതൊരു റെഫറൻസ് കാണിച്ചപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ തന്നെ ഫൈനലൈസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അത് ആ ഒരു ലുക്ക് കാണാൻ തന്നെ നല്ലൊരു ലക്ഷറി ലുക്കെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഞാൻ കസ്റ്റമേഴ്സിനെ കാണിക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ 4ഓളം ഫെറേറോ റോഷേഴ്സ് മുകളിലിങ്ങനെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം സൈഡിലിങ്ങനെ ക്രീം വെച്ചിട്ട് ഡിസൈൻ ചെയ്യുമായിരുന്നു. ഫൈനൽ ലുക്ക് വന്നിട്ട് പിന്നെ റൈറ്റിങ്ങും എഴുതി കൊടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറുതോ വലുതോ ഒക്കെ ആയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുകൾ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ലൊക്കേഷൻ വരുന്നത് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി അമ്പലത്തിന് തെക്കുവശത്തായിട്ടാണ്. വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഹോം ഡെലിവറി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓൺലൈൻ സ്റ്റോർ ഒറാഡോയിലും അവൈലബിൾ.